ക്ലേ യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു വർക്കിന്റെ കംപ്ലീറ്റ് മേക്കിംഗ് പ്രോസസ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്ന ക്യൂട്ട് ആയിട്ടുള്ള ഒരു മിനി പെയിന്റ് പാലറ്റ് അതാണ് നമ്മൾ ഇന്ന് ചെയ്തു നോക്കാൻ പോകുന്നത്. ബിഗിനേഴ്സിനായാലും ക്ലേയിൽ എളുപ്പത്തിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കും കൂടിയാണിത്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഏതൊരു ക്ലേ യൂസ് ചെയ്തിട്ടും ചെയ്യാൻ പറ്റുന്നതാണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് എയർ ഡ്രൈ ക്ലേ ആണ്. നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു എയർ ഡ്രൈ ക്ലേ എടുക്കാം. അത് ഏത് ബ്രാൻഡിനായാലും കുഴപ്പമൊന്നുമില്ല. ഇനി നിങ്ങൾക്ക് നാച്ചുറൽ ക്ലേ യൂസ് ചെയ്തിട്ട് പരിചയം ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ബിഗിനേഴ്സിനാണെങ്കിൽ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാൻ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് എയർ ഡ്രൈ ക്ലേ ആണ്. അപ്പോൾ നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് ആവശ്യമുള്ള അത്രയും ക്വാണ്ടിറ്റിയിൽ ക്ലേ എടുക്കാം. അത് നല്ലപോലെ നീഡ് ചെയ്യാൻ മറക്കരുത്. അതായത് നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴക്കില്ലേ, അതുപോലെ നല്ല സ്മൂത്താക്കി എടുക്കാം. എയർ ബബിൾസ് ഒക്കെ പോകാനാണ് അതുപോലെ ചെയ്യുന്നത്. ഇനി അതിന് ശേഷം ഇതുപോലെ പരത്തിയെടുക്കാം. ഇതുപോലെ ഈവനായിട്ട് പരത്തിയെടുക്കാനായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് വുഡൻ സ്റ്റിക്സ് ആണ്. ഒരേ തിക്നെസ്സിൽ വരുന്ന വുഡൻ സ്റ്റിക്സ് ആണ് രണ്ട് സൈഡിലും വെച്ചിട്ടുള്ളത്. ഇതുപോലെ ഒരു റോളർ വെച്ചിട്ട് അതിനെ നല്ലപോലെ പരത്തിയെടുക്കാം. പരത്തിയെടുക്കാനായിട്ട് ഈ സെയിം സാധനം തന്നെ വേണമെന്നില്ല. നിങ്ങളുടെ കയ്യിൽ PVC പൈപ്പിൻ്റെ കഷ്ണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തന്നെ മതിയാവും. ഇനി ഞാൻ ഇതുപോലെ റൗണ്ട് ഷേപ്പിലാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നുള്ളത്. ഞാൻ കുക്കി കട്ടറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിലുള്ള എന്ത് റൗണ്ട് ഷേപ്പിലുള്ള ഐറ്റം വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി അത് മാത്രമല്ല, ഞാനിപ്പോൾ റൗണ്ട് ഷേപ്പിൽ എടുത്തു എന്ന് വെച്ചിട്ട് നിങ്ങൾ റൗണ്ട് ഷേപ്പിൽ തന്നെ കട്ട് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ഏതാണോ ആ ഒരു ഷേപ്പിൽ നിങ്ങൾക്ക് കട്ട് ചെയ്യാം. ഇനി എക്സസ് ആയിട്ടുള്ള ക്ലേ ഒക്കെ റിമൂവ് ചെയ്തതിന് ശേഷം ഇതിനകത്ത് നമുക്ക് ഈ പാലറ്റിൽ ഉണ്ടാകുന്ന കുഴികളില്ലേ, നമ്മൾ പെയിൻറ് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്, ആ ഒരു ഷേപ്പിൽ ഇതിനകത്തുള്ള സ്പേസിലേക്ക് നമുക്ക് ചെയ്തെടുക്കണം. ഇതിൻ്റെ അകത്തായിട്ട് റൗണ്ട് ഷേപ്പിൽ റെഫറൻസ് വേണമെന്നുള്ളതുകൊണ്ട് ഇങ്ങനെ ഞാൻ പ്രസ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇതിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് കേക്കിൻ്റെ ബാറ്ററൊക്കെ ഫില്ല് ചെയ്യുന്ന മറ്റേ പൈപ്പിംഗ് ബാഗിൻ്റെ ഫ്രണ്ടിലിടുന്ന ടിപ്പില്ലേ, അതാണ് കേട്ടോ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ആ ഒരു ഷേപ്പിലുള്ള എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതിൽ 3 ഒരേ സൈസിലും 4മത്തേത് കുറച്ചും കൂടി വലിപ്പം കൂടുതലുള്ളതും കൂടിയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു മെഷറിംഗ് സ്പൂണാണ് യൂസ് ചെയ്തത്. ഈ കാണുന്ന സർക്കിൾസിൻ്റെ അകത്തുള്ള ക്ലേ, എക്സസ് ആയിട്ടുള്ള ക്ലേ നമുക്ക് റിമൂവ് ചെയ്താൽ മാത്രമാണ് അവിടെ ഇങ്ങനെ കുഴി പോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനായിട്ട് ഞാൻ കാർവിങ്ങിന് യൂസ് ചെയ്യുന്ന ടൂൾസാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇത് വെച്ചിട്ട് അതിനകത്തുള്ള ക്ലേ ഇതുപോലെ ഇങ്ങനെ റിമൂവ് ചെയ്തെടുക്കാം. കഴിയുന്നതും ആ റെഫറൻസ് ആയിട്ട് വെച്ചിട്ടുള്ള സർക്കിളിൻ്റെ അകത്ത് തന്നെ ഈ ഒരു ഷേപ്പിൽ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ നോക്കുക. എന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈവൻ ആയിട്ടുള്ളൊരു ഔട്ട്പുട്ട് കിട്ടുള്ളൂ. ഈ ഒരു പ്രോസസ്സ് കുറച്ച് ക്ഷമയോടെ സമയമെടുത്ത് ചെയ്യേണ്ട ഒന്നാണ്. എന്നെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഷേപ്പിൽ കിട്ടുള്ളൂ. ഈ കാർവിങ് കുറച്ചധികം സമയം എടുക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെ ഒരു ടൂൾ വെച്ചിട്ടാണ് ബാക്കിയുള്ളത് സെറ്റ് ചെയ്തെടുക്കുന്നത്. ക്ലേ മോഡലിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്നൊരു ടൂളാണിത്. ഇതുപോലുള്ള ആവശ്യങ്ങൾക്കൊക്കെ ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആവും. ഞാൻ കൂടുതലും ക്ലേ ജുംകാസ് ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാറുണ്ട്.
അങ്ങനെ ഏകദേശം ഞാൻ വിചാരിച്ച ആ ഒരു ഷേപ്പിലേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ആ സർഫസ് സ്മൂത്താക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് വെറ്റാക്കിയിട്ട് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് തുടച്ചെടുക്കുകയാണ്. അങ്ങനെ ഇതൊന്ന് ഫിനിഷ് ചെയ്തതിന് ശേഷം ഒരു 2 ദിവസത്തേക്കെങ്കിലും ഇത് കംപ്ലീറ്റ്ലി ഡ്രൈ ആവാനായിട്ട് വെക്കണം. അതിനുശേഷം മാത്രമേ നമുക്കിതിലേക്ക് പെയിൻറ് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ ഞാൻ ചെയ്തത് കംപ്ലീറ്റ്ലി ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഇത് സാൻഡ് പേപ്പർ വെച്ചിട്ട് നല്ലപോലെ ഇങ്ങനെ സ്മൂത്ത് ചെയ്തെടുക്കണം. ഇതിൻ്റെ സർഫസിൽ എന്തെങ്കിലും ഇറഗുലർ ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഈ ഒരു സാൻഡ് പേപ്പർ വെച്ചിട്ട് നമുക്ക് നല്ലപോലെ സ്മൂത്ത് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ആകുമ്പോൾ നല്ലൊരു ഫിനിഷിംഗ് ഉണ്ടാവും പെയിൻറ് ചെയ്തതിന് ശേഷം. സാൻഡ് പേപ്പർ വെച്ച് റബ്ബ് ചെയ്തതിന് ശേഷം നമുക്കൊരു ടിഷ്യൂ അല്ലെങ്കിൽ ഒരു ക്ലോത്തോ വെച്ചിട്ട് ഇങ്ങനെ അത് തുടച്ചെടുക്കാം. അതിൻ്റെ ആ സാൻഡ് പേപ്പർ വെച്ച് റബ്ബ് ചെയ്തപ്പം വന്ന പൊടികളൊക്കെ ഈ ഒരു ക്ലോത്ത് വെച്ചിട്ട് നമുക്ക് തുടച്ചിട്ട് റിമൂവ് ചെയ്തെടുക്കാം. അങ്ങനെ ഡസ്റ്റൊക്കെ നമുക്ക് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്തതിന് ശേഷമാണ് പെയിൻറ് ചെയ്യേണ്ടത്. ഞാനിവിടെ ചൂസ് ചെയ്യുന്നത് എനിക്കിഷ്ടമുള്ളൊരു ബട്ടർ യെല്ലോ ഷെയ്ഡാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതൊരു കളർ ഷെയ്ഡ് വേണമെങ്കിലും നിങ്ങളുടെ പാലറ്റിന് വേണ്ടിയിട്ട് ചൂസ് ചെയ്യാം. ഞാൻ ഈ ഒരു ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ട് വൈറ്റും പിന്നെ ഒരു ലെമൺ യെല്ലോ ഷെയ്ഡും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു ഷെയ്ഡ് കിട്ടിയിട്ടുള്ളത്. ആദ്യം മുഴുവനായിട്ടും ഫസ്റ്റ് കോട്ട് അടിച്ചു കൊടുക്കുക. അത് ഡ്രൈ ആയതിന് ശേഷം വീണ്ടും ഒരു കോട്ട് കൂടി അടിച്ചു കൊടുക്കാം. മുഴുവനായിട്ടും 2 കോട്ട് പെയിൻറ് ചെയ്തതിന് ശേഷം മുഴുവനായിട്ടും ഡ്രൈ ആവാൻ വെക്കുക. അതിനുശേഷം ഞാനിതിലേക്ക് ഒരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരു കോട്ട് കൂടി എഴുതാൻ ശ്രമിക്കുന്നുണ്ട്. ആ ഒരു ചെറിയ സ്പേസിലേക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന രീതിയിലുള്ളത്. ഇതൊക്കെ കംപ്ലീറ്റ്ലി ഓരോരുത്തരുടെയും ഐഡിയാസും ചോയ്സസും ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതൊക്കെ പേഴ്സണലൈസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഞാൻ 000 സൈസിലുള്ള ബ്രഷ് വെച്ചിട്ട് ബ്ലാക്ക് കളർ യൂസ് ചെയ്തിട്ട് എഴുതാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതെന്തോ അങ്ങോട്ട് സെറ്റ് ആവുന്നുണ്ടായിരുന്നില്ല. ആ ബ്രഷിൻ്റെ ഒരു പ്രശ്നമായതുകൊണ്ടാണ് തോന്നുന്നു ഞാനത് മാറ്റിയിട്ട് പിന്നെ ആ ബ്രഷിൻ്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു. ഞാൻ പിന്നെ അത് മാറ്റിയിട്ട് ഒരു ഹീറോ പെന്ന്, അതായത് ഫൗണ്ടെയിൻ പെൻ യൂസ് ചെയ്തിട്ട് ആ ലെറ്റേഴ്സ് മുഴുവനും ഈസി ആയിട്ട് എഴുതിയെടുക്കുകയാണ് ചെയ്തത്. ഈ ഫൗണ്ടെയിൻ പെന്നിലേക്ക് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ഇങ്കാണ്. അതുകൊണ്ട് തന്നെ ഇത് വാർണിഷ് ചെയ്യുമ്പോഴൊന്നും പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇതുപോലത്തെ കുഞ്ഞ് ലെറ്റേഴ്സ് എഴുതാനും അല്ലെങ്കിൽ ഡീറ്റെയിലിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടി ഞാൻ ഇതുപോലെയാണ് യൂസ് ചെയ്യാറ്. അതാകുമ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ട് ലൈൻസൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ ആക്ച്വലി ഇത് ഡിപ്പ് ചെയ്തിട്ടാണ് ഇങ്ങനെ എഴുതിയെടുക്കുന്നുള്ളത്. ഞാൻ ഈ വാങ്ങിയ പുതിയ പെന്നിൻ്റെ പ്രശ്നമാണോ എന്നറിയില്ല, ഇങ്ക് കറക്റ്റായിട്ട് വരുന്നില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പുറത്ത് ഇങ്ക് വെച്ചിട്ട് അതിലിങ്ങനെ ഡിപ്പ് ചെയ്താണ് ഞാനിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നുള്ളത്. ഇനി ആ ലെറ്റേഴ്സ് മാത്രമായിട്ട് അങ്ങനെ പ്ലെയിൻ ആയിട്ട് കിടക്കുമ്പോൾ ഒരു ഭംഗിയില്ലാത്തതുകൊണ്ട് ഞാൻ ചെറിയൊരു ഡിസൈനും കൂടി അതിലേക്ക് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനായിട്ട് ഞാൻ ഗ്രീൻ കളറാണ് ചൂസ് ചെയ്യുന്നത്. ഞാനൊരു പ്ലാന്റിൻ്റെ ബ്രാഞ്ചസ് പോലെ കൊടുത്തിട്ട് അതിൻ്റെ ടോപ്പിൽ ഒരു സൂര്യകാന്തി ഫ്ലവർ, അതായത് നമ്മുടെ സൺഫ്ലവർ ഇരിക്കുന്ന പോലെ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ള കളർ ഷെയ്ഡ്സ് സാപ്പ് ഗ്രീനും പിന്നെ യെല്ലോ ഗ്രീനുമാണ്.
സൺഫ്ലവർ ചെയ്തെടുക്കാനായിട്ട് ഞാൻ ലെമൺ യെല്ലോ എടുത്തിട്ടുണ്ട്. ഞാൻ ക്യാമൽ ബ്രാൻഡിൻ്റെയാണ് ഈ കളർ ചൂസ് ചെയ്തിട്ടുള്ളത്. എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ബ്രാൻഡ് കൂടിയാണ് ക്യാമൽ ബ്രാൻഡ്. എൻ്റെ അടുത്ത് ഏകദേശം ഷെയ്ഡ്സും ക്യാമൽ ബ്രാൻഡിൻ്റെ തന്നെ ഉണ്ട്. ഇനി അതിലേക്ക് കളറിൻ്റെ കുറച്ചും കൂടി ഡെപ്ത് കൂട്ടാനായിട്ട് ഞാൻ ഫ്ലാഷിൻ്റെ ഒരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ലെമൺ യെല്ലോൻ്റെ കൂടെ ഈ ഒരു ഷെയ്ഡും കൂടി മിക്സ് ചെയ്യുമ്പോൾ നല്ലൊരു ഡീപ്പായിട്ടുള്ളൊരു യെല്ലോ ഷെയ്ഡ് കിട്ടും. വൺസ് അഗെയിൻ ഞാൻ പറയുകയാണ്, ഇതൊക്കെ നിങ്ങളുടെ ചോയ്സസ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ക്രിയേറ്റീവായിട്ട് എങ്ങനെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ഒരു ആർട്ട് അതെന്തോ ആയിക്കോട്ടെ, ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ക്രിയേറ്റിവിറ്റി മാക്സിമം യൂസ് ചെയ്യുക. നമുക്ക് അതിൽ നമ്മൾ മാക്സിമം ഫ്രീഡം എടുക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ മാത്രമാണ് നമ്മൾ ഒരുപാട് ഇമ്പ്രൂവ് ആവുള്ളൂ. എന്തൊരു വർക്ക് ചെയ്യുമ്പോഴും നമ്മൾ സെയിം അത് തന്നെ കോപ്പി ചെയ്യാണ്ട് ഇതിലെന്തൊക്കെ നമ്മുടേതായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും, അല്ലെങ്കിൽ എന്തൊക്കെ പുതിയതായിട്ട് നമ്മുടേതായ രീതിയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും എന്നൊക്കെ നമ്മൾ ഒരുപാട് ചിന്തിക്കുക. അങ്ങനെ നമ്മുടേതായിട്ടുള്ള ഐഡിയയിൽ ചെയ്തെടുക്കുമ്പോൾ അതിനുള്ള സാറ്റിസ്ഫാക്ഷൻ അത് വേറെ തന്നെയാണ്. ഇപ്പം ഞാനൊരു വർക്ക് ചിലപ്പം അത് റെഫറൻസ് നോക്കിയിട്ടായിരിക്കാം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഒരുപാട് ഐഡിയാസ് ഇതുപോലത്തെ റെഫറൻസസിൽ കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള ഐഡിയാസ് നമ്മൾ എടുക്കുന്ന സമയത്ത് അതിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും, നമ്മുടെ തോട്ട്സ് അല്ലെങ്കിൽ നമ്മുടെ ഐഡിയാസ് എന്തൊക്കെ നമുക്കതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാനിപ്പം ഏതൊരു വർക്ക് ചെയ്യുമ്പോഴും ഒരുപാട് ചിന്തിക്കാറുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ, അതായത് പുതിയതായിട്ട് അതിൽ എന്തൊക്കെ പുതുമകൾ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത്. അങ്ങനെ ഫ്ലവർ ചെയ്ത് കഴിഞ്ഞു. വർക്ക് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് വാട്ടർ പ്രൂഫ് ആക്കാനായിട്ട് നമുക്ക് റെസിൻ വെച്ചിട്ട് കോട്ട് ചെയ്യാം. ഞാൻ UV റെസിനാണ് ഇതിൻ്റെ മേലെ കോട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നുള്ളത്. അതാകുമ്പോൾ നമുക്കൊരു 30 മിനിറ്റ്സിൽ ഇത് ഫിനിഷ് ചെയ്ത് കിട്ടും. ആവശ്യമുള്ള അത്രയും UV റെസിൻ ഇതുപോലെ നമുക്കിതിൻ്റെ മേലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് എല്ലാ സൈഡിലേക്കും ഈക്വലി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ബ്രഷ് ഞാൻ UV റെസിനിൽ വർക്ക് ചെയ്യാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നതാണ്. ഞാൻ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുപോലെ നേരത്തെ കണ്ട പോലെ ആ ഒരു പ്ലാസ്റ്റിക് കവറിൽ റാപ്പ് ചെയ്തിട്ടാണ് വെക്കാറ്. സൺലൈറ്റ് അടിക്കാത്ത രീതിയിൽ ഈ ബ്രഷ് ക്ലോസ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞെങ്കിൽ നമുക്ക് ഒരുപാട് നാളത്തേക്ക് ഇത് റീയൂസ് ചെയ്യാൻ പറ്റും. ഒരേ സമയത്ത് തന്നെ നമുക്ക് എല്ലാ വശത്തും ഇതുപോലെ അപ്ലൈ ചെയ്തിട്ട് ഡ്രൈ ആക്കി എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം മുകൾ ഭാഗത്ത് മാത്രം ഇതുപോലെ റെസിൻ അപ്ലൈ ചെയ്തിട്ട് അത് ഡ്രൈ ആക്കി എടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ ബാക്ക് സൈഡിൽ അപ്ലൈ ചെയ്യാം. അത് ഡ്രൈ ആക്കി എടുത്തതിന് ശേഷം കോർണേഴ്സിൽ വീണ്ടും അപ്ലൈ ചെയ്യാം. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് റെസിൻ അപ്ലൈ ചെയ്യേണ്ടത്. ഞാൻ ഈ വീഡിയോയിൽ മുകളിലെ ഭാഗം ഡ്രൈ ആക്കുന്നത് മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു രീതിയിൽ നിങ്ങൾ എല്ലാ വശവും ഉണക്കിയെടുത്താൽ മതിയാവും. എല്ലാ ഭാഗത്തേക്കും റെസിൻ ഈക്വലി അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് UV ലാമ്പിൽ ഇത് ഡ്രൈ ആക്കി എടുക്കാം. ഇത് ഡയറക്റ്റ്ലി അകത്തോട്ട് വെച്ചുകൊണ്ട് ലൈറ്റ് സെൻസർ ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അതുകൊണ്ട് ഒരു പീസ് അവിടെ ഉണ്ടായിരുന്ന ഇതൊരു ക്ലെയിൻ്റെ പീസ് വെച്ചിട്ടാണ് അത് സെറ്റ് ചെയ്തത്. ഇനി ഇത് ഡ്രൈ ആക്കി എടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ ഫൈനൽ ഔട്ട്കം കാണാം.